ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് നോക്കേണ്ടത് സെക്കൻഡ് ചാപ്റ്റർ ആണ്. സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഏറ്റവും ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം ഈസി ആയിട്ട് എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സെക്കൻഡ് ചാപ്റ്റർ ഈസ് ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്. അപ്പോൾ ഗ്യാസ് ലോസ് തന്നെ ഫസ്റ്റ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഗ്യാസ് ലോസ്. അപ്പോൾ ഗ്യാസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റി ആകെ ഒരേ ഒരു ചോദ്യമേ നമ്മളോട് ചോദിക്കുകയുള്ളൂ. കറക്റ്റായിട്ട് നമ്മൾ ആൻസർ എഴുതാനും നമുക്ക് പറ്റും. അപ്പോൾ നമ്മൾ ഗ്യാസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചതാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്ത് തരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് തരും. അത് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓരോന്നും വായിക്കുക. ഇതിനകത്തൊന്ന് ചിലപ്പോൾ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഏതാണ് റോങ് ആയിട്ടുള്ളതെന്ന് ചോദിക്കാം. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ഔട്ട് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. എന്താണ്? Some statement about gas molecules are given below. Find the wrong one and correct it. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വളരെ കൃത്യമായിട്ട് ഇത് വായിച്ച് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ കമ്പയർഡ് ടു ദ ടോട്ടൽ വോള്യൂം ഓഫ് ദ ഗ്യാസ് മോളിക്യൂൾ ഈസ് നെഗ്ലിജിബിൾ. ഇതെന്താണ്? ഇറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ശരിയാണ്, അപ്പോൾ തെറ്റൊന്നുമല്ല. പിന്നെ ഗ്യാസ് മോളിക്യൂൾസ് ആർ ഓൾവേസ് ഇൻ റാൻഡം മോഷൻ. അതും എന്താണ്? ശരിയാണ്. ഡ്യൂ ടു ഇറഗുലർ മോഷൻ ദ ഗ്യാസ് മോളിക്യൂൾസ് കൊളൈഡ് ഈച്ച് അതർ ആൻഡ് ഓൾസോ വിത്ത് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. അതും ശരിയാണ്. പിന്നെ ഏതായിരിക്കും റോങ് ആയിട്ടുള്ളത്? സിൻസ് ദ കൊളീഷൻസ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ദ ഗ്യാസ് മോളിക്യൂൾസ് ലോസ് ദെയർ എനർജി. ഇലാസ്റ്റിക് ആണെങ്കിൽ ദേ വിൽ നോട്ട് ലോസ് ദെയർ എനർജി. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മിസ്റ്റേക്ക് ഉള്ളത്. എവിടെയാണ്? ലോസ് ദെയർ എനർജി. അപ്പോൾ ദ ഗ്യാസ് ആ സ്റ്റേറ്റ്മെന്റ് എടുത്ത് എഴുതുക, എന്നിട്ട് എങ്ങനെ കറക്റ്റ് ചെയ്യണം? സിൻസ് ദ കൊളീഷൻസ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ദ ഗ്യാസ് മോളിക്യൂൾസ് ഡസ് നോട്ട് ലോസ് ദെയർ എനർജി, അല്ലെങ്കിൽ ദർ ഈസ് നോ ലോസ് ഓഫ് എനർജി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ നല്ല എളുപ്പമുള്ള ഒരു ചോദ്യം തന്നെയാണ്. കൺസിഡർ ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ആൻഡ് ഐഡന്റിഫൈ ദ ഗ്യാസ് ലോ അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. അപ്പോൾ നോക്കിക്കോ, ഇത് കുറച്ച് നമുക്ക് ഡെയിലി ലൈഫ് ആപ്ലിക്കേഷൻ പോലെ വരാം. ഒന്നുകിൽ ഇതേ ടൈപ്പിൽ തന്നെ ചോദിക്കാം, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം തന്നിട്ട് അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് ചോദിക്കാം. അപ്പം നമുക്കിത് ഓരോന്ന് നോക്കാം. സൈസ് ഓഫ് ദ എയർ ബബിൾ റൈസിങ് ഫ്രം ദ ബോട്ടം ഓഫ് എൻ അക്വേറിയം ഇൻക്രീസസ്. അതായത് മുകളിലേക്ക് വരുന്തോറും ബബിൾസിന്റെ വലിപ്പം കൂടി വരുവാണ്. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് എന്ത്? അക്വേറിയത്തിന്റെ താഴെ പ്രഷർ കൂടുതലാണ്. അപ്പൊ അത് കാരണം കൊണ്ടാണ് അവിടെ വോള്യം എന്തായിട്ടുള്ളത്? കുറഞ്ഞിരിക്കുന്നത്. അതായത് ബബിൾസിന്റെ സൈസ് ചെറുത്. ഇനി മുകളിലേക്ക് വരുന്തോറും പ്രഷർ എന്ത് ചെയ്യും? കുറഞ്ഞു വരും. അപ്പൊ എന്ത് ചെയ്യും? വോള്യം കൂടി വരും. അതാണ് എന്ത്? സൈസ്, അതായത് ബബിൾസിന്റെ സൈസ് കൂടി വരുന്നതിന്റെ കാരണം. അപ്പൊ നിങ്ങളൊന്ന് നോക്കിക്കേ. അപ്പൊ ഇവിടെ അസോസിയേറ്റ് ചെയ്ത ലോ ഏതായിരിക്കും? ഇവിടെ എന്തിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്? വോള്യത്തിനെ പറ്റിയിട്ടും പറയുന്നുണ്ട്, അതുപോലെ തന്നെ പ്രഷറിനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. അപ്പോൾ ദിസ് ലോ ഈസ് ഏതായിരിക്കും? BOYLES. ഈ സ്പെല്ലിങ് തെറ്റിക്കരുത് കേട്ടോ. ബോയിൽസ് ലോ ആയിരിക്കും എന്ത് ഇവിടെ നമ്മളോട് അതായത് ബോയിൽസ് ലോ ആണ് എന്ത് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി രണ്ടാമത്തെ നോക്കുക. ടയേഴ്സ് ഓഫ് വെഹിക്കിൾസ് മേ ബേസ്റ്റ് വെൻ പ്ലേസ്ഡ് ഇൻ ദ സൺലൈറ്റ് ഡ്യൂറിങ് സമ്മർ. അതായത് വേനൽക്കാലത്ത് ടയറുകളൊക്കെ പൊട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതായത് ഫുള്ളായിട്ട് എയർ അടിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടായിരിക്കാം? എന്താണ് അതിന്റെ കാരണം? അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോൾ നമുക്കറിയാം എന്താണ്? വോള്യൂം അതുപോലെ തന്നെ ഇൻക്രീസ് ചെയ്യും. സോ ടെമ്പറേച്ചർ ആൻഡ് വോള്യൂം റിലേഷൻ അത് ഏതായിരുന്നു? ചാൾസ് ലോ അല്ലേ? അതല്ലേ? എളുപ്പല്ലേ? ഇത് കിട്ടില്ലേ എല്ലാവർക്കും? ഇനി ലങ്സ് എക്സ്പാൻഡ് ആസ് ദേ ഫിൽ വിത്ത് എയർ. നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻഹെയിൽ ചെയ്യുമ്പോൾ നമ്മുടെ ലങ്സ് എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും വിത്ത് എയർ, ഫിൽ വിത്ത് എയർ. നമ്മൾ എക്സെയിൽ ചെയ്താൽ എന്തുണ്ടാവും? അതിന്ന് പുറത്തോട്ട് പോയി അപ്പോൾ എന്താണ്? വോള്യൂം ഓഫ് ദ ലങ്സ് ഡിക്രീസ് ചെയ്യും. അപ്പം ഇവിടെ എന്താണ്? നമ്മൾ എയർ ഉള്ളിലേക്ക് എടുക്കുക, അതായത് നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുകയാണ്. ശ്വാസം പുറത്തോട്ട് വിടുന്ന സമയത്ത് എന്താണ്? നമ്പർ ഓഫ് മോളിക്യൂൾസ് കുറഞ്ഞു. അപ്പൊ ഇതും വോള്യൂം തമ്മിലുള്ള റിലേഷൻ ഏതായിരുന്നു? എളുപ്പമുള്ളതല്ലേ? ഏതായിരുന്നു എന്ന് പറഞ്ഞേ? അവഗാഡ്രോസ് ലോ ആണ് ഇവിടെ വരുന്നത്. അവഗാഡ്രോസ് ലോ.
ഇനി അടുത്തത് when an inflated balloon immersed in water its size decreases. അപ്പൊ നോക്കിയേ, ഒരു ഊതി വീർപ്പിച്ച ബലൂൺ നമ്മൾ വെള്ളത്തിലേക്ക് മുക്കി കഴിഞ്ഞാൽ അതിന്റെ സൈസ് ഡിക്രീസ് ചെയ്യും. അതും എന്താണ്? ടെമ്പറേച്ചർ ആൻഡ് വോള്യൂം റിലേഷൻ ആണ്. അതായത് അപ്പൊ എന്തായിരിക്കും? ചാൾസ് ലോ തന്നെ ആയിരിക്കും. കാരണം അറിയാലോ, തണുപ്പ്, അതായത് ടെമ്പറേച്ചർ കുറഞ്ഞു, അപ്പൊ എന്ത് ചെയ്തു? വോള്യൂം കുറഞ്ഞു. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് മാർക്ക് മേടിക്കാൻ പറ്റിയ ഒരു ചാപ്റ്റർ ആണ്. 2 ക്വസ്റ്റ്യൻ നോക്കിക്കേ, 2 നമ്മൾ വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്തു. ഇനി അടുത്തതാണ്, ഇത് നിങ്ങൾ കണക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ഇവിടെ, അത്രയും സിമ്പിൾ ആണ്. ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും. വാട്ട് ഈസ് ദ വോള്യൂം ഓഫ് എ ഗ്യാസ്? വാട്ട് ഈസ് ദ വോള്യൂം ഓഫ് എ ഗ്യാസ് ഇഫ് 5 liter of gas is transferred to a 25 liter? ഒരു ഗ്യാസിനെ 5 ലിറ്റർ ഒരു കണ്ടെയ്നറിൽ നിന്ന് 25 ലിറ്ററിന്റെ കണ്ടെയ്നറിലേക്ക് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ആ ഗ്യാസിന്റെ വോള്യൂം അതിനനുസരിച്ച് മാറും. അപ്പൊ നമ്മൾ 1 ലിറ്ററിനകത്തുള്ളതിനെ നമ്മൾ 10 ലിറ്ററിലേക്ക് ആക്കിയാൽ ഗ്യാസിന്റെ വോള്യൂം 10 ലിറ്റർ ആയി. ആ സെയിം സാധനത്തിന് നമ്മൾ എടുത്ത് 50 ലിറ്ററിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഗ്യാസിന്റെ വോള്യൂം 50 ലിറ്റർ ആയി. അപ്പൊ വാട്ട് ഈസ് ദ വോള്യൂം ഓഫ് ഗ്യാസ് ഇഫ് 5 liter of a gas is transferred to 25 liter vessel? എന്തായിരിക്കും? ഒന്നും ആലോചിക്കണ്ട, വളരെ എളുപ്പമായിട്ട് എഴുതാം. എന്തായിരിക്കും? 25 ലിറ്റർ. പെട്ടെന്ന് എഴുതണം, ഇതിന് കുറെ ചിന്തിക്കേണ്ട കാര്യമില്ല കേട്ടോ, അങ്ങനെ ടൈം കളയരുത്. അപ്പൊ ഗ്യാസ്, നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താ? ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്. ഇതിലെ ഗ്യാസ് ലോസ് നമ്മുടെ കഴിഞ്ഞു. ഇനി നമുക്ക്, അതായത് നമ്മൾ അറിയാവുന്ന നമ്മുടെ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതെ, ഗ്യാസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കഴിഞ്ഞു, അപ്ലിക്കേഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് കുറച്ച് പ്രോബ്ലംസ് ആണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ടെമ്പറേച്ചറും വോള്യൂം തന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ഊഹിക്കാം അല്ലേ? ഇവിടെ എയും ബിയും തന്നിട്ടുണ്ട്. അപ്പൊ ഫൈൻഡ് എ ആൻഡ് ബി. നോക്കിയേ, 300 ആയിരുന്നപ്പോൾ വോള്യൂം 900. ഇവിടെ എത്രയാന്ന് അറിയില്ല, അപ്പൊ വോള്യൂം 600. നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താണ്? ഇത് ഏത് ലോ ആണ്? വോള്യൂം ടെമ്പറേച്ചറും കണ്ടാൽ തന്നെ നമുക്കറിയാം ഏത് ലോ ആണ്. ഏതാണോ എന്ന് പറഞ്ഞ വേഗം. അപ്പൊ വോള്യൂം ടെമ്പറേച്ചറും തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ചാൾസ് ലോ. വി ബൈ ടി ഈസ് എ കോൺസ്റ്റന്റ്. വി ബൈ ടി ഈസ് എ കോൺസ്റ്റന്റ്. അപ്പൊ ഇവിടുത്തെ കോൺസ്റ്റന്റ് എന്ന് പറയണത് 900/300 നമുക്ക് എത്ര കിട്ടും? 3. അപ്പൊ ഇവിടുത്തെ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 600 കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ എന്തുണ്ടാവണം? ഇവിടെ നമുക്ക് ആൻസർ, ഇവിടെ എന്ത് വേണം? ആൻസർ എന്ത് വേണം? ആൻസർ ആൻസർ എഴുതാൻ പോവാണ് കേട്ടോ. ആൻസർ എന്തായിരിക്കും? 200. 200 അല്ലേ? 200 × 3 തന്നെയല്ലേ 600 വരുന്നത്. അപ്പൊ 200. ഇനി ഇവിടെ 450 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇൻറ്റു 3, 450നെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു 3 ചെയ്താൽ നമുക്ക് ഇവിടെ എത്ര ആൻസർ കിട്ടും? 1350. അപ്പൊ അത് ചെയ്ത് നോക്കി നിങ്ങൾക്ക് ആൻസർ കിട്ടും കേട്ടോ. അപ്പൊ 1350 ആണ് ഇവിടെ വരിക. അപ്പൊ ഫസ്റ്റത്തെ നമുക്ക് 1 മാർക്ക് കിട്ടി, ഫൈൻഡ് എ ആൻഡ് ബി. അപ്പൊ 200 1350 എഴുതി കഴിഞ്ഞാൽ ഓരോ മാർക്ക് വീതം കിട്ടി. ഇനി സ്റ്റേറ്റ് ദ ലോ അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ, ചാൾസ് ലോ ആണെന്ന് എഴുതുക. പക്ഷെ അവിടെ അങ്ങനെയല്ല ചോദിച്ചേക്കണത്. വിച്ച് ലോ ഈസ് അസോസിയേറ്റഡ് വിത്ത് എന്നല്ല ചോദിച്ചത്, സ്റ്റേറ്റ് ദ ലോ അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. അപ്പം ചാൾസ് ലോ എന്ന് എഴുതുക, എന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യണം. എന്തായിരിക്കും എഴുതുക? അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വോള്യൂം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ. അത് ഓർത്ത് വെക്കണം കേട്ടോ, ഇൻ കെൽവിൻ സ്കെയിൽ, അത് ഓർത്ത് എഴുതുക. ഇനി അടുത്തതും ഇതേപോലെ ഒരു പ്രോബ്ലം ആണ്. അപ്പൊ പ്രോബ്ലം തന്നാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ പ്രഷർ 1 atm ആയപ്പോൾ വോള്യൂം 8 ലിറ്റർ, പ്രഷർ 2 atm ആയപ്പോൾ വോള്യൂം 4 ലിറ്റർ, പ്രഷർ 4 ആയപ്പോൾ വോള്യൂം ഇത്. അപ്പൊ പ്രഷറും വോള്യൂം തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇത് ഏത് ലോനോട് അസോസിയേറ്റ് ചെയ്തതാണ്? ഏത് ലോ ആണ്? ഏതായിരിക്കും? ബോയിൽസ് ലോ അല്ലേ? അതല്ലേ പ്രഷറും വോള്യൂം. അപ്പൊ ഇവിടെ നോക്കിക്കേ, പി വി ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് എന്നാ നമ്മൾ പഠിച്ചത്. പി ഈസ് ഇൻവേഴ്സ് അല്ലെങ്കിൽ വി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പി. അതായത് വി
ഈസ് ഈക്വൽ ടു 1/p എന്നുള്ള പോലെയാണ് വരിക. അപ്പൊ നമ്മൾ നോക്കിക്കേ പി വി ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇവിടെ നോക്കിയേ പി ഇൻറ്റു വി, ആദ്യത്തെ കേസിൽ 1 × 8 8, രണ്ടാമത്തെ കേസ് 2 × 4 8, മൂന്നാമത്തെ കേസിൽ 4 × 2 8. അപ്പൊ പി വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് 8. നമ്മുടെ ഇവിടുത്തെ ചോദ്യം നോക്കിയേ, വാട്ട് വിൽ ബി ദ വോള്യൂം ഓഫ് ഗ്യാസ് അറ്റ് 8 atm പ്രഷർ. അപ്പൊ പ്രഷർ തന്നിട്ടുണ്ട്, വോള്യൂം കണ്ടുപിടിക്കണം. പി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്. പി വി എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പം എത്ര പ്രഷർ 8 തന്നെയാണ്. അപ്പൊ പിന്നെ വോള്യൂം എന്തായിരിക്കും? വോള്യൂം വിൽ ബി 1 എന്തായിരിക്കും? ലിറ്റർ, 1 ലിറ്റർ. വിച്ച് ലോ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്? വെരി സിമ്പിൾ. ഏതായിരുന്നു? ബോയിൽസ് ലോ. അപ്പോൾ അത് എഴുതി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. അപ്പൊ ഗ്യാസസിന്റെ ഭാഗം നമ്മൾ അവസാനിപ്പിച്ചു. ഇനി അടുത്തതാണ്, നിങ്ങൾ എല്ലാവരും ഭയങ്കര ബുദ്ധിമുട്ടാന്ന് വിചാരിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഏതാണ്? മോൾ കോൺസെപ്റ്റ്. പക്ഷെ ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. ഒരൊറ്റ ക്വസ്റ്റ്യനെ ചെയ്യൂ. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എല്ലാ ഭാഗവും കവർ ചെയ്യും. വെരി വെരി സിമ്പിൾ, അത്ര എളുപ്പമാണ്. ആകെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലുണ്ടായാൽ തന്നെ ഇതെല്ലാ ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ ടേബിൾ ഒന്ന് നോക്കിക്കേ. ഇതിൽ ചില ഡാറ്റ തന്നിട്ടുണ്ട്, ചിലയിടത്ത് ഡാറ്റ ഇല്ല. ഇപ്പൊ നമുക്ക് ഇതെങ്ങനെ ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തരും, ചില ഡാറ്റ തരും, ചിലത് തരില്ല. ബാക്കി നമ്മൾ കണ്ടുപിടിക്കണം എന്നുള്ള രീതിക്കാണല്ലോ എപ്പോഴും ചോദിക്കാം. അപ്പൊ ഇതില് അതെ പലതും തന്നിട്ടുണ്ട്. അപ്പൊ ഓരോന്നും ചെയ്യുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ മാസ് തന്നാൽ എങ്ങനെ GMM ഇതൊക്കെ കണ്ടുപിടിക്കാം. അതുപോലെ ഇപ്പൊ നമ്പർ ഓഫ് മോൾസ് ആണ് തന്നെന്ന് വെച്ചാൽ എങ്ങനെ ചെയ്യാം, മോളിക്യൂൾസ് ആണ് തന്നെ വെച്ചാൽ എങ്ങനെ ചെയ്യാം, ആറ്റംസിന്റെ എണ്ണം ആണെങ്കിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നോക്കാനുള്ളത്. അപ്പൊ നോക്കിക്കോളൂ. ഫസ്റ്റ് കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. നമ്മളത് കംപ്ലീറ്റ് ചെയ്യണം അല്ലേ? വളരെ സിമ്പിൾ ആണ്. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പല രീതിക്ക് ചോദിക്കും. പക്ഷെ ഈ ഒരൊറ്റ കൺസെപ്റ്റ് മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ചോദ്യം വന്നാലും എഴുതാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിയേ, ആറ്റോമിക് മാസ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഞാൻ കാണാതെ പഠിക്കാൻ പറഞ്ഞിരുന്നു. എന്നിരുന്നാലും ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തുണ്ട്? നമുക്ക് ആറ്റോമിക് മാസ് തന്നിട്ടുണ്ട്. അപ്പൊ കാർബണിന്റെ 12 ആണ്, ഓക്സിജന്റെ 16 ആണ്, കാൽസ്യം 40 ആണ്, ഹൈഡ്രജൻ 1 ആണ്, ക്ലോറിൻ 35.5 ആണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, കാർബൺ ഡൈ ഓക്സൈഡ് ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ആറ്റം ആണോ മോളിക്യൂൾ ആണോ? കാർബൺ ഡൈ ഓക്സൈഡ് ഒരു മോളിക്യൂൾ ആണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എല്ലാം മോളിക്യൂൾസ് ആണ്. നോക്കിക്കോളൂ, കാർബൺ ഡൈ ഓക്സൈഡ്, കാൽസ്യം കാർബണേറ്റ്, വാട്ടർ, ബ്യൂട്ടൈന്, അതുപോലെ തന്നെ ക്ലോറിൻ, ഇതൊക്കെ മോളിക്യൂൾസ് ആണ്. ആറ്റം ആണെങ്കിൽ ഒന്നുമില്ല, ആറ്റോമിക് മാസ്. ഇപ്പൊ കാർബൺ ആണെങ്കിൽ ആറ്റം ആണ്, ഓക്സിജൻ ഒറ്റയ്ക്കാണെങ്കിൽ അതും ആറ്റമാണ്, കാൽസ്യം അതൊരു ആറ്റമാണ്, ഹൈഡ്രജൻ ഒരു ആറ്റമാണ്, ക്ലോറിൻ ഒരു ആറ്റംസ് ആണ്. അപ്പൊ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടുണ്ടായ മോളിക്യൂൾസിന്റെ കഥയാണ് നമ്മളിവിടെ നോക്കുന്നത്. ആറ്റംസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന സാധനങ്ങളൊക്കെ GAM ആയിരിക്കും. ബാക്കി എല്ലാം ചെയ്യുന്നത് സെയിം ആയിരിക്കും കേട്ടോ, ഒന്നിലും ഒരു വ്യത്യാസം വരുന്നില്ല. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഇവിടെ മോളിക്യുലാർ മാസ് കണ്ടുപിടിക്കണം. അപ്പൊ കാർബണിന്റെ എത്രയായിരിക്കും വരിക? കാർബൺ 12, ഓക്സിജൻ എത്രയായിരുന്നു? 16. അപ്പൊ 16 എത്ര ഓക്സിജൻ ഉണ്ട്? 2 ഓക്സിജൻ ഉണ്ട്. അപ്പൊ 16 × 2 എത്ര വരും? 16 × 2 32 പ്ലസ് കാർബണിന്റെ 12. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 44. അപ്പൊ നമുക്ക് എഴുതാലോ. ഒന്ന് കുറയ്ക്കട്ടെ. അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ എന്ത് വരുന്ന വെച്ച് കഴിഞ്ഞാല് ഇവിടുത്തെ ആൻസർ 44. ഇനി GMM. നമുക്ക് GMMന്റെ ഇക്വേഷൻ അറിയാലോ. എന്തായിരുന്നു GMMന്റെ ഇക്വേഷൻ? GMMന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗിവൺ മാസ് ബൈ മോളിക്യുലാർ മാസ്. ഗിവൺ മാസ് ബൈ മോളിക്യുലാർ മാസ്. അപ്പൊ ഗിവൺ മാസ് എത്രയാണ്? ഗിവൺ മാസ് 88 ഡിവൈഡഡ് ബൈ 44. 88 ഡിവൈഡഡ് ബൈ 44. നമുക്ക് എന്ത് ആൻസർ കിട്ടും? 2. എളുപ്പല്ലേ? 88/44 മനക്കണക്കായിട്ട് ചെയ്യാം. നമുക്ക് ആൻസർ വരുന്നത് 2. ഇനി നമ്പർ ഓഫ് മോളിക്യൂൾസ്. GMM കിട്ടിയ അതന്നെയാണ്, അല്ലെങ്കിൽ GAM കിട്ടിയ അതന്നെയാണ് എന്ത്? നമ്പർ ഓഫ് മോളിക്യൂൾ. അപ്പൊ ഇവിടെ തന്നെ ഒപ്പം തന്നെ എഴുതാമല്ലോ, നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈക്വൽ ടു 2. ഇനി നമ്പർ ഓഫ് മോളിക്യൂൾസ്, ഒരു മോളില് അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 2 മോളില് 2 × അവഗാഡ്രോ നമ്പർ. അവഗാഡ്രോ നമ്പർ അറിയാലോ, എത്രയാണ്? 6.022 × 10⁻23. അപ്പൊ നമ്മളിവിടെ NA റെപ്രസെന്റ് ചെയ്യാലോ. അപ്പൊ ഞാൻ ഷോർട്ട് ആക്കിയിട്ട് എഴുതാണ് 2NA. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ആറ്റം മോളിക്യൂൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഒരു മോളിക്യൂളിൽ ഇവിടെ നോക്കിയേ
കാർബൺ ഡൈ ഓക്സൈഡില് ഒരു കാർബൺ ഉണ്ട്, 2 ഓക്സിജൻ ഉണ്ട്. അപ്പം ടോട്ടൽ 3 എണ്ണം ഉണ്ട്. അപ്പൊ 3 ഇൻറ്റു നമ്പർ ഓഫ് മോളിക്യൂൾസ് ചെയ്യാം. 3 ഇൻറ്റു നമ്പർ ഓഫ് മോളിക്യൂൾസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 2 6. അപ്പൊ 6 Na നമുക്ക് കിട്ടും. 6 Na. ഇനി വോള്യം നോക്കുക. വോള്യം നോക്കുമ്പോൾ ഒരു മോളിന്റെ വോള്യം 22.4 ലിറ്റർ അറ്റ് ST. ഒരു മോളിന്റെ. അപ്പൊ ഇവിടെ എത്ര മോൾ ഉണ്ട്? നമുക്ക് നമ്പർ ഓഫ് മോൾസ് 2 ആണ്. അപ്പൊ 2 ഇൻറ്റു 22.4 എത്ര കിട്ടും നമുക്ക്? 44.8. 44. എഴുതണത് നോക്കണ്ട. 44.8 ആണ് നമുക്ക് എന്ത് വരിക? ആൻസർ വരിക. ഇനി ഇവിടെ നോക്കുക. അപ്പൊ ഇത് കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് ആകെ തന്നിട്ടുള്ളത് എന്തായിരുന്നു? മാസ് ഓഫ് ദ സാമ്പിൾ തന്നു. എന്നിട്ട് ഇത്രയും സാധനങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചില്ലേ? ഇനി ഇവിടെ നോക്കുക. നമ്പർ ഓഫ് മോൾസ് ആണ് തന്നിട്ടുള്ളത്. ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? നമ്പർ ഓഫ് മോൾസ്. പിന്നെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്? കാൽസ്യത്തിന്റെ ആറ്റോമിക് നമ്പർ 40 ആണ്, കാർബണിന്റെ 12 ആണ്, ഓക്സിജന്റെ 16 ആണ്. അപ്പൊ നോക്കിക്കേ, ഇതൊക്കെ പാടെ കൂട്ടുക. കാൽസ്യം എത്രയായിരുന്നു? 40. കാർബണിന്റെ +12 പ്ലസ് O3. അപ്പൊ 16 ഇൻറ്റു 3 എത്ര വരിക? 16 ഇൻറ്റു 3 48 വരിക. അപ്പൊ 48 ഇതൊക്കെ പാടെ ആഡ് ചെയ്ത് നോക്കുമ്പോ 40 40 80 90. അപ്പൊ ആൻസർ എത്ര വരും? 100. അപ്പൊ ഇവിടെ മോളിക്യുലാർ മാസ് എന്ന് പറയണത് MM എന്ന് പറഞ്ഞാൽ മോളിക്യുലാർ മാസ് ഇട്ടാ. മോളിക്യുലാർ മാസ് 100 ആണ്. നമ്പർ ഓഫ് മോൾസും GMM സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ വരിക? 5 ആയിരിക്കും വരുന്നത്. ഇനി മാസ് ഓഫ് ദ ഗിവൺ സാമ്പിൾ സിമ്പിൾ ആയിട്ട് എഴുതാലോ. GMM ഇൻറ്റു മോളിക്യുലാർ മാസ്. അപ്പൊ ഇവിടെ എന്ത് വരും? 500 വരും. ഇനി ഇവിടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കണമെങ്കിൽ 5 എണ്ണാണ്. അപ്പൊ എന്താ? 5 ഇൻറ്റു അവഗാഡ്രോ നമ്പർ. ഇനി ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റം. കാൽസ്യം ഉണ്ട് ഒരാള്, കാർബൺ ഉണ്ട് രണ്ടാമത്തെ ആള്, പിന്നെ 3 ഓക്സിജനും ഉണ്ട്. അപ്പൊ മൊത്തത്തിൽ ഇവിടെ എത്ര ആളുണ്ട്? 5 ആളുണ്ട്. അപ്പൊ 5 ഇൻറ്റു 5 25 Na അവഗാഡ്രോ നമ്പർ. ഇനി ഇവിടെ വോള്യം മറ്റേ STP എന്ത് വരും? നമ്പർ ഓഫ് മോളിക്യൂൾസ് 5 ആണ്. അപ്പൊ 5 ഇൻറ്റു 22.4 നമുക്ക് ആൻസർ എന്ത് വരും? 112. അത് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും കേട്ടോ. 22.4 ഇൻറ്റു 5 112 എന്തായിരിക്കും? ലിറ്റർ. ലിറ്ററിന് എഴുതാൻ വിട്ടുപോകരുത്. അതുപോലെ ഇവിടെ സാമ്പിളിന്റെ മാസ് എന്നൊക്കെ പറയണത് ഗ്രാമിലായിരിക്കും കേട്ടോ. ഗ്രാമിലായിരിക്കും തന്നിട്ടുണ്ടാവുക. ഇനി അടുത്തത് നോക്കുക. അടുത്തത് ഏതാണ്? വാട്ടർ അല്ലേ? എളുപ്പമുള്ളതല്ലേ വാട്ടർ? മോളിക്യുലാർ മാസ് വേണമെങ്കിൽ നിങ്ങൾ കാണാതെ പറയും. എത്രയാണ് വാട്ടറിന്റെ? 16 ഇൻറ്റു 16 പ്ലസ് 2. 16 പ്ലസ് 2 വരുമ്പോ എന്താ വരിക? 16 2 18 ആണ് എന്ത്? മോളിക്യുലാർ മാസ്. ഇനി ഇവിടെ എന്തൊക്കെ തന്നിട്ടുള്ളത്? നമ്പർ ഓഫ് മോളിക്യൂൾസ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് മോളിക്യൂൾസ് തന്നു കഴിഞ്ഞാൽ മോള് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇവിടെ അപ്പൊ 8 തന്നെ വരും. ഇതാണ് നമ്പർ ഓഫ്. ഇവിടെ നോക്കിയേ, 5 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ആയിരുന്നു മോളിക്യൂൾസ് എങ്കിൽ മോൾസ് 5 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, 8 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ആണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് 8. പിന്നെ ഇനി ഇവിടെ GMM അപ്പൊ എന്തെന്നെയായിരിക്കും? 8 ആണ്. അപ്പൊ ഇനിയിപ്പോ മാസ് ഓഫ് ദ ഗിവൺ സാമ്പിൾ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടോ? 18 ഇൻറ്റു 8 എത്ര ആൻസർ വരിക? ചെയ്ത് നോക്കിക്കേ. 18 ഇൻറ്റു 8 നമുക്ക് ആൻസർ വരുന്നത് 144 ആണ് വരുന്നത് കേട്ടോ. ഇനിയിപ്പോ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ്. ഒരു ഓക്സിജൻ ഉണ്ട്, 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ മൊത്തം 3 മോളിക്യൂൾസ് അല്ലെ? 3 ആറ്റംസ് ആണ് ഈ മോളിക്യൂളിലുള്ളത്. അപ്പൊ 8 ഇൻറ്റു 3 N3 24 ഇൻറ്റു അവഗാഡ്രോ നമ്പർ. ഇനി ഇവിടെ വോള്യം കണ്ടുപിടിക്കാൻ 8 ഇൻറ്റു എന്താണ്? 22.4. അപ്പൊ
ഒന്ന് ചെയ്ത് നോക്കിക്കേ. 22.4 ഇൻറ്റു 8 19 ബാക്കി 1 16 1 17 പോയിന്റ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് 179 179.2 ആയിരിക്കും നമുക്ക് ആൻസർ വരുന്നത്. ഇനി അടുത്തതാണ് C4H10. ചെയ്ത് നോക്കിക്കേ എത്രയായിരിക്കും അതിന്റെ മോളിക്കുലർ മാസ് എത്രയായിരുന്നു? മോളിക്കുലർ മാസ് വരുന്നത് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കിട്ടും 58 ആയിരിക്കും. ഇനി ഇവിടെ നമുക്ക് എന്തുണ്ട്? മാസ് തന്നിട്ടുണ്ട്. അപ്പൊ GMM കാണണം. GMM കാണാനുള്ള ഇക്വേഷൻ അറിയാലോ, ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ്. അപ്പൊ 290 ഡിവൈഡഡ് ബൈ 58. അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 290. 58ന്റെ ഇരട്ടിയല്ലേ, അപ്പം 5 ആയിരിക്കും എന്ത് വരിക. അപ്പൊ തന്നെ അറിയാലോ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയണതും 5 തന്നെയായിരിക്കും. നമ്പർ ഓഫ് മോളിക്യൂൾസ് 5 ഇൻറ്റു അവഗാഡ്രോ നമ്പർ. 5 ഇൻറ്റു അവഗാഡ്രോ നമ്പർ. ഇനി ഇവിടെ ആറ്റംസ് കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ 10ഉം 4ഉം 14 ഉണ്ട്. അപ്പൊ 14 ഇൻറ്റു 5 70 ആണ്. അപ്പൊ 70 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട്. ഇനിയിപ്പം വോളിയം കാണണമെങ്കിൽ അത് അതിനേക്ക് എളുപ്പമാണ്. എന്താണ്? 5 ഇൻറ്റു 22.4 ലിറ്റർ. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 112 ലിറ്റർ നമുക്ക് കിട്ടും. ഇനി അടുത്തതാണ് CL2. എന്ന് പറയുമ്പോൾ 35.5 ആണ് ഒരെണ്ണത്തിന്റെ. അപ്പൊ 2 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും? 71 ആണ് ഇതിന്റെ മോളിക്കുലർ മാസ്. നമുക്ക് തന്നിട്ടുള്ളത് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ആണ് ഇവിടെ തന്നത്. ഇവിടെ നോക്കിയേ, ക്ലോറിനിൽ 2 ആളാണ് ഉള്ളത്. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടുമല്ലോ. ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാല് 5 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ആണ് അവിടെ, അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് അവിടെ ഉള്ളത്. അപ്പൊ ഇവിടെ 5 അവഗാഡ്രോ നമ്പർ ആണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 5 എന്ന് കിട്ടി. അപ്പൊ GMM എന്താണ്? സെയിം തന്നെ കിട്ടി. ഇനി നമുക്ക് കിട്ടുമല്ലോ മാസ് ഓഫ് ദ സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വളരെ എളുപ്പമാണ് അല്ലേ? 71 ഇൻറ്റു 5. 71 ഇൻറ്റു 5 അല്ലേ വരിക? 71 ഇൻറ്റു 5 എത്ര വരിക? 5 7 35. അപ്പൊ 355 ആണ് എന്ത് വരിക? മാസ് ഓഫ് ദ ഗിവൺ സാമ്പിൾ. ഇനി ഇവിടെ അതിനൊക്കെ എളുപ്പമാണ്. എന്താണ്? അഗെയിൻ 22.4 ഇൻറ്റു 5 നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. അപ്പൊ ഇത് ഇത്ര എളുപ്പമാണ് ശരിക്കും. ഇതിനെ പറ്റി ആലോചിച്ച് കൺഫ്യൂഷനും ടെൻഷനും ഒന്നും അടിക്കേണ്ട കാര്യമില്ല. വളരെ എളുപ്പത്തിൽ ചെയ്യാം. കുറച്ച് ഇക്വേഷൻസ് ഓർത്ത് വെക്കേണ്ടുള്ളൂ. മോളിക്കുലർ മാസ് കാണുമ്പോൾ തെറ്റിക്കരുത്. കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് എടുത്തെഴുതാം. അതുപോലെ തന്നെ ഇവിടെ GMM ഈക്വൽ ടു മാസ് ഓഫ് ദ ഗിവൺ സാമ്പിൾ ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ്. ഇപ്പൊ GAM ആണെങ്കിൽ ഒന്നുമില്ല, മാസ് ഓഫ് ദ ഗിവൺ സാമ്പിൾ ഡിവൈഡഡ് ബൈ ആറ്റോമിക് മാസ്. ഇനി ഈ GMM അല്ലെങ്കിൽ GAM തന്നെയാണ്, സെയിം ആണ് എന്ത്? നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത്. ഈ നമ്പർ ഓഫ് മോൾസ് കിട്ടിക്കഴിഞ്ഞാല് ഇപ്പൊ മോളിക്യൂൾസ് ആണെങ്കിൽ അതിന്റെ കൂടെ അവഗാഡ്രോ നമ്പർ ചേർക്കുക. ഇനിയിപ്പോ ഒരു മോളിക്യൂളിൽ എത്ര ആറ്റം ഉണ്ടെന്ന്, അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിൽ 3 ആറ്റം ഉണ്ട്. അപ്പൊ അതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് നോക്കിക്കേ. ഇവിടെ 2Na ആണെങ്കിൽ അപ്പൊ 3 ഇൻറ്റു 2Na, അപ്പൊ ഇവിടെ 6Na. ഇനി വോള്യം മറ്റേ STP, ഒരു മോളിന്റെ വോള്യം ആണ് എന്ത്? 22.4 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന എത്ര മോൾ ഉണ്ട് നോക്കിക്കഴിഞ്ഞാൽ അതേ ഇൻറ്റു 22.4 ലിറ്റർ ചെയ്താൽ നമുക്ക് മോളാർ വോള്യം അല്ലെങ്കിൽ വോള്യം മറ്റേ STP കിട്ടും. അപ്പൊ ഇത്രയേ ഉള്ളൂ കുട്ടികളെ. വളരെ എളുപ്പമാണ്. സെക്കൻഡ് ചാപ്റ്റർ ഇതിന്ന് പ്രോബ്ലംസ് ആയിരിക്കും ചോദിക്കുക. 4 മാർക്ക് വരെയുള്ള പ്രോബ്ലംസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നല്ല എളുപ്പമുള്ള ചോദ്യങ്ങളായിരിക്കും കേട്ടോ വരിക. അപ്പൊ നന്നായിട്ട് നല്ല കോൺഫിഡൻസോടെ തന്നെ പ്രോബ്ലംസ് ചെയ്യുക. പിന്നെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ആൻസർ കറക്റ്റ് അല്ലേന്ന് ഒന്നും കൂടി ഒന്ന് റീചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് മാത്സിൽ എന്താ പറയുക, മാത്സിന്റെ ഭാഗം ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണതാണ്. ഏറ്റവും സിമ്പിൾ ആയിരിക്കും കേട്ടോ എക്സാം വരുന്നത് ഈ ഭാഗത്തു നിന്നുള്ളത്. അപ്പം എല്ലാവരും നന്നായി പഠിക്കുക. അപ്പം എല്ലാവർക്കും A+ കിട്ടട്ടെ. ഓൾ ദ ബെസ്റ്റ്.